நிஜமான செஞ்ச பாவம் முழுசா மேல தச்ச பாசம் நிழலும் பின்னால காணும் அதுக்கும் அம்மாடி புதுசாக்கோ வாலே இங்க தேரலா பாயாசம் கேக்குதா காத்தே இங்க வீசலா காத்தாடி கேக்குதா ஓ மேல குத்தோமில்ல நீയൊന്നും நானும் இல்ல தேன்மொழி பூங்கொடி வாடி போச்சு என் செடி வான்மதி பைங்கிளி ஆசை தீர வாத்து நீயே. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നെസലിൻ്റെയും സാന്ദ്രയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ബഹുമാനിക്കുവാനും അവരോടൊപ്പം ആയിരിക്കുവാനും ഈ സായം സന്ധ്യയിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കുന്നപ്പള്ളി കുടുംബത്തിൻ്റെ പേരിലും നീലിയാറ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങൾ ഈ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ തുടക്കമെന്ന നിലയിൽ നമ്മുടെ പ്രതിസുത വരനെയും വധുവിനെയും നാളെ വിവാഹിതരാകാൻ പോകുന്ന നെസലിനെയും സാന്ദ്രയെയും നിങ്ങളുടെ ഓരോരുത്തരെയും അനുഭവത്തോടു കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്ന് കൈയടിച്ച് നമുക്കവരെ സ്വാഗതം ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഒരേ ഒരു ആശംസ, ഇവരുടെയൊക്കെ ജീവിതം പ്രാർത്ഥനാപൂർണമായ ആശംസ, പ്രകാശപൂരിതമായ ഒരു ജീവിതമാണ് ആശംസിക്കുവാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ വേദിയുടെ ഔദ്യോഗികമായ ഒരു ചടങ്ങെന്ന നിലയിൽ നമുക്കറിയാം, ഇവിടെ വളരെ സീനിയറായിട്ടുള്ള ഇവരുടെ ഗ്രാൻഡ് പാരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. സാന്ദ്രയുടെ കുന്നപ്പള്ളി ഫാമിലിയുടെ ഭാഗമായി മാറുകയാണ് ഇന്ന് മുതൽ ഈ നീലിയാറ ഫാമിലി. അതുകൊണ്ട് തന്നെ കുന്നപ്പള്ളി കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം ദീപം ചെടിക്കൽ തടങ്ങാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നത് 3 പേരെയാണ്. ഒരുപക്ഷെ അവർ തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എങ്കിലും വളരെയേറെ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. സാന്ദ്രയുടെ ഗ്രാൻഡ് പേരൻസ് ആയ 3 പേരെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ദീപം തെളിക്കച്ചേരുന്ന ആദ്യത്തെ ചടങ്ങെന്ന നിലയിൽ വിളിക്കുകയാണ്. 3 പേരും ബഹുമാനപ്പെട്ട ഗ്രാൻഡ് പാ M.A. തോമസ്. സാന്ദ്ര വിളിക്കുന്നത് പാപ്പച്ചായി എന്നാണ്. അദ്ദേഹം റിട്ടയർഡ് ആർമി ഓഫീസറാണ്. അതോടൊപ്പം മോമച്ചി ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അമ്മച്ചി മേരിക്കുട്ടി അമ്മയെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി വന്നിട്ടില്ല. ദീപത്തിലേക്ക് ചടങ്ങാണ്. നമുക്ക് സാധിക്കുന്ന എല്ലാവർക്കും ഒരു നിമിഷം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാശ്വതം, സമർപ്പിതം, മഹത്വപൂരിതം. കേവലം ആഘോഷങ്ങളിൽ തുടങ്ങി ആഘോഷങ്ങളിൽ അവസാനിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ കുടുംബജീവിതം. അതൊരു വിളിയാണ്, അതൊരു ഏറ്റെടുക്കലാണ്, ഈ വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്നൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുവാൻ നമ്മുടെ ചെറുകിട വേടവകയുടെ വികാരിയച്ഛൻ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്ന പ്രിയപ്പെട്ട റോയിയച്ഛനോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെ വയലങ്ങളച്ഛനെ ഈ കുടുംബത്തിന്റെ പേരിൽ സന്ദേശം നൽകുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി,
അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ രണ്ടുപേരും നെസ്സിലും സാന്ദ്രയും അങ്ങവരെ വിവാഹ കുടുംബ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണല്ലോ. ഇവരുടെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങ് ചൊരിഞ്ഞ കാരുണ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ കൃപാവരം ഈ കുടുംബത്തിനും പ്രത്യേകമായി മക്കൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. നാളത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ ഇവരെ സഹായിക്കണമേ. അങ്ങനെ കാനായിലെ ഭവനം പോലെ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഭവനത്തിലും പ്രകടമാക്കുവാൻ ഇടയാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ അത്ഭുതകൃത്യങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ കുടുംബജീവിതം ആരംഭിക്കുന്ന നെസ്സിലിനും സാന്ദ്രയ്ക്കും മാർഗദീപവും വഴികാട്ടിയുമാവട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങൾ ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സാധാരണ കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്ന മക്കള് ഒക്കെയുടെയൊക്കെ ദിവസങ്ങൾ തുടങ്ങി വിവാഹത്തിൻ്റെ ദിവസം വരെ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ നാളുകളാണ്. ആത്മീയമായിട്ടുള്ള വലിയ ഒരുക്കം അവർ നടത്തും. ഒത്തിരി പേരും കനായിലെ കല്യാണ വിരുന്നിൻ്റെ സുവിശേഷ ഭാഗം എല്ലാ ദിവസവും വായിക്കുകയും അങ്ങനെ പരിശുദ്ധ അമ്മയോടും തിരുവചനത്തോടും ആ വിവാഹ വിരുന്നിലെ അത്ഭുതങ്ങളോടുമെല്ലാം തങ്ങളുടെ മനസ്സിനെ ചിന്തകളെയും ഒക്കെ ചേർത്ത് വയ്ക്കും. നെസലിൻ്റെയും സാന്ദ്രയുടെയും ജീവിതത്തിലും ആ സുവിശേഷ ഭാഗം നമുക്ക് ഈ ധന്യ നിമിഷങ്ങളിൽ വായിച്ച് കേൾക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ബക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പെന്നും അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. നാളെ വിവാഹകർമ്മങ്ങൾ ദൈവാനുഗ്രഹപ്രദമാകുവാനും വിവാഹത്തിനൊരുങ്ങുന്ന വധുവിനെയും വരനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുവാനും കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. ദാമ്പത്യ സ്നേഹത്തിന്റെ സമൃദ്ധിയിലും പരസ്പരമുള്ള സ്നേഹത്തിലും ഐക്യത്തിലും എന്നും നിലനിൽക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹാ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. തിന്മ വെടിഞ്ഞ് നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാനും ദൈവത്തിന്റെ വചനങ്ങളും തിരുസഭയുടെ കൽപ്പനകളും സ്വീകരിച്ച് ക്രിസ്തീയ സഭാ ജീവിതം നയിക്കുവാൻ ഇവർക്ക് ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. നസ്രത്തിലെ കുടുംബം പോലെ തിരുകുടുംബം പോലെ നാളെ കുടുംബജീവിതം ആരംഭിക്കുന്ന ഇവരുടെ പുതിയ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. കാനായിലെ വിവാഹ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം ലഭിക്കുവാനിടയാക്കിയതുപോലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സജീവമായ പ്രാർത്ഥനാ സഹായം ഈ കുടുംബത്തിനും നാളെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന അങ്ങയുടെ ദാസർക്കും ദാസരുടെ കുടുംബത്തിനും ലഭിക്കുവാനിടയാക്കണമേ. തിരുക്കുടുംബ സംരക്ഷകനായ യോസേഫ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയും ഇവർക്കുണ്ടാകുവാനിടയാകട്ടെ. പ്രാർത്ഥനയിലും സുഹൃതാനുഷ്ഠാനങ്ങളിലും ദൈവഭക്തിയിലും വിശുദ്ധരുടെ മാധ്യസ്ഥതയിലും കാവൽക്കാരുടെ സംരക്ഷണത്തിലും ഈ ഭവനം വളരുവാനും നിലനിൽക്കുവാനും ഇടയാക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയ മക്കളുടെ മേലുണ്ടാകണമേ. ഇവരുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ വകയുടെ മധ്യസ്ഥനായ വിശുദ്ധ പ്രേമിൻ്റെയും വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെയും വലിയ സഹായവും സംരക്ഷണവും ഇവർക്കുണ്ടാകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയാകണമേ. അവരുടെ പദ്ധതി അനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനൊരുങ്ങുന്ന ഇവരെ എന്നും നിന്റെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പര വിശ്വാസത്തിലും നിനക്ക് പ്രീതികരമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും അങ്ങയിൽ നിന്ന് കൃപ സ്വീകരിച്ച് ജീവിക്കുവാനും പ്രതിസന്ധികളിൽ അങ്ങയെ ആശ്രയിക്കുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായ ജീവിതം വഴി അങ്ങയെ പ്രസാദിപ്പിക്കുവാനും ഇവർക്ക് ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അനുദിനം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളെ നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവേ,
സന്തോഷകരമായ കുടുംബജീവിതം വഴി നെസ്സിലും സാന്ദ്രയും അങ്ങേ മഹത്വപ്പെടുത്തുവാനിടയാക്കട്ടെ. ഇവരുടെ ജീവിതം അങ്ങ് സന്തോഷമാക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ മധുര പലഹാരത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ഇതിൻ്റെ മധുരം പോലെ ഇവരുടെ കുടുംബജീവിതവും മധുരതരമാകുവാൻ അവിടുന്ന് ഇവരോടൊപ്പം ഉണ്ടാവണമേ. അങ്ങയുടെ സ്നേഹം അറിഞ്ഞും അനുഭവിച്ചും നല്ല സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ഇവരുടെയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെയാണ്. മധുരം വെക്കൽ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ചൊല്ലി അവസാനിപ്പിച്ച പ്രാർത്ഥന പോലെ നമുക്കറിയാം, ഏത് മധുരവും മനോഹരമാവുന്നത് അത് കേക്കാണെങ്കിലും കേക്കായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അതിനൊരു മാധുര്യമില്ല. അത് മുറിക്കപ്പെടുകയും പങ്കുവെക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഏത് കാര്യത്തിനും മനോഹരത അല്ലെങ്കിൽ ആ കേക്കിന് വാല്യൂ ഉണ്ടാവുന്നത്. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതവും അതുപോലെ തന്നെയാണ്. ഏത് വിവാഹ ജീവിതവും മനോഹരമാവുന്നത്, അനുഗ്രഹപ്രദമാവുന്നത് അത് പങ്കുവയ്ക്കപ്പെടുകയും മുറിക്കപ്പെടുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് എന്നുള്ള വലിയ സന്ദേശമാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ മധുരം വെക്കൽ ചടങ്ങ് വഴി കാലാകാലങ്ങളായിട്ട് നമ്മൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ഗൗരവമുള്ള ചടങ്ങുകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലേക്ക് ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നോബിളിനെയും സോന ടീച്ചറിനെയും ലിനി ചേച്ചിയെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം വെക്കട്ടെ. കേട്ടാലും കേട്ടില്ലേലും മധുരം വെക്കുകയാണ്.
രാഗമായി നിൻ മുഖം വർണ്ണമാകുന്നു. നീ എൻ ഈണമായി നിൻ താളം, രാഗമായി നിൻ മുഖം വർണ്ണമാകുന്നു. നിൻമിഴികളിൽ ഞാൻ കാണുന്നു, നിൻ മൗനം ഞാൻ അറിയുന്നു. എൻ കൈകളിൽ നിന്നെ ഞാൻ തഴുകുന്നുവോ. നിൻമിഴികളിൽ ഞാൻ കാണുന്നു, നിൻ മൗനം ഞാൻ അറിയുന്നു. എൻ കൈകളിൽ നിന്നെ ഞാൻ തഴുകുന്നുവോ. നീ എൻ ഈണമായി നിൻ താളം, രാഗമായി നിൻ മുഖം വർണ്ണമാകുന്നു. നീ എൻ ഈണമായി നിൻ താളം, രാഗമായി നിൻ മുഖം വർണ്ണമാകുന്നു. झमाझम नाच आजे, धमाधम ढोल बाजे, नॉन स्टॉप हल्ला मचेगा। ओए नाचो सारे, पापा पापा पीपनी पे आजा नया स्टेप सीखे, नॉन स्टॉप हल्ला मचेगा। ओए नाचो सारे, अपनी फेमस है रात वाली यारियां, जाने सारा जहां। बेथलपुर मां सुन ले ओ छोरियां, झूमे नगरियां जब जब ये घूमे। कमर यार तारी कमर यार, कमर यार तारी कमर यार। बेथलपुर मां सुन ले ओ छोरियां, झूमे नगरियां जब जब ये घूमे। कमर यार तारी कमर यार, कमर यार तारी कमर यार। तू होगी 1 2 2 ओ कुड़िए what to do, ओ हो गई मुंडे दी पतंगा वर्गी, तू एवें उड़दी, ओ हो गई मुंडे दी। हिला ते चलदी, टुक टुक तू करदी, मेकअप तू करदी यार।
ਤੂੰ ਕੈਂਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਤੂੰ ਕੈਂਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ എല്ലാവരെയും ഭക്തിഗാനങ്ങളുടെ മേളകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഒരു ഫിലിം സോങ് പാടാമെന്ന് വിചാരിക്കുന്നു. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നറുപൂവിതളിൽ മധുരം പകരാം, ചെറുപൂങ്കാറ്റ മെല്ലെത്താരാട്ടാം, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം, സായാഹ്നമാ താലോലമാ, കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം, സായാഹ്നമാ താലോലമാ, ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. കനിവാർന്ന രാത്രി വിണ്ണിൽ അഴകിന്റെ പീലി നിർത്താൻ ഊഞ്ഞാലിടാം പൂപ്പാലയിൽ, കനിവാർന്ന രാത്രി വിണ്ണിൽ അഴകിന്റെ പീലി നിർത്താൻ ഊഞ്ഞാലിടാം പൂപ്പാലയിൽ, തിങ്കൾ കൊതുമ്പിൽ പാലാഴി നീന്താൻ പൊന്നിളം കിളികളെ കളിയാടിവാ, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നറുപൂവിതളിൽ മധുരം പകരാം, ചെറുപൂങ്കാറ്റിൽ എന്നെ താട്ടാം, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ,
तीन तोन